ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റാണ് മജന്ത ഡബിൾ ഷെയ്ഡിൻ്റെ ഡബിൾ പെറ്റൽ. ഈ ഫ്ലവറുകൾക്കകത്ത് ചെറിയ ചെറിയ ഫ്ലവറുകൾ നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് ആദ്യം ഉണ്ടാകുന്ന ഫ്ലവറുകൾ വലിയ ഫ്ലവറുകളായിരുന്നു. ഇതിനേക്കാൾ ഇത്രയും കൂടെ വരുമായിരുന്നു ഒരു ഫ്ലവറൊക്കെ. നല്ല രസമുള്ള ഫ്ലവറാണ്. പ്രത്യേകിച്ച് എല്ലാ ആൾക്കാരും ഈ ഡബിൾ ഷെയ്ഡ് പ്ലാന്റുകളൊക്കെ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നതാണ്. പെറ്റൂണിയ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഡബിൾ ഷെയ്ഡ് പ്ലാന്റുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നല്ലൊരു നാടൻ പ്ലാന്റാണ്. തണ്ടുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകളാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. വേറെ ഒത്തിരിയും പ്ലാന്റുകൾ എനിക്കുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം പ്ലാന്റ് തന്നെ. പക്ഷേ എന്നാലും ചെറിയൊരു ഫ്ലവറാണ് ഈ പ്രാവശ്യം. ചൂട് കാരണമാണ് ഈ ചെറിയൊരു ഫ്ലവർ ആവാൻ കാരണം. ചൂടല്ലെങ്കിൽ നമുക്ക് നല്ല വലിയ വലിയ ഫ്ലവറുകളാണ് കിട്ടുന്നത്. അത് വലിയ വലിയ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തണ്ടുകൾ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകാറുണ്ട്. അതങ്ങനെ ഒടിഞ്ഞു പോകാൻ ചരടൊക്കെ കിട്ടി ഞാനെങ്കിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് പ്രയോജനമൊന്നുമില്ല. ഫ്ലവറിന് വലിപ്പം കൂടിയിരുന്നെങ്കിൽ ഈ തണ്ട് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയേനെ. അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തണ്ടുകൾ ഒടിഞ്ഞു പോകുന്നത്. തണ്ടുകൾ പെട്ടെന്ന് കിളിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷേ തണ്ടുകൾ കിളിച്ച് കിട്ടുമ്പോൾ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ തണ്ടുകൾ കിളിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ റൂട്ടാവാൻ താമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഉടനെ മുട്ടുകളൊക്കെ ആയി ഉടനെ നമ്മൾ വിരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും വിരിഞ്ഞ് കിട്ടത്തില്ല. ശരിക്കും റൂട്ടായെങ്കിൽ മാത്രമേ അത് നല്ല മുട്ടുകളൊക്കെ വിരിഞ്ഞ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാന്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്നറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് ഇനിയും കാണാം.